നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുള്ളതും എന്നെപ്പോലുള്ള ഒത്തിരി പേരോട് ചോദിച്ചിട്ടുള്ളതും ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നതുമായ ചോദ്യം. ഇതൊരു ചോദ്യം മാത്രമല്ല, ഒരവസ്ഥയും കൂടെയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് പരിതപിക്കുവാനിടയായ, നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് അവരെ കൂടെ കരയിപ്പിക്കുവാനിടയായ അവസ്ഥ. അപ്പോൾ ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് എന്നെ മാത്രം പിശാചിങ്ങനെ വിടാതെ പിന്തുടരുന്നു? എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ അടിക്കടി കഷ്ടങ്ങൾ ഉണ്ടാകുന്നു? ഇവിടെ ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം. അല്ലേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സങ്കടം അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരുണ്ട്, അവരൊന്നും പ്രശ്നത്തിലല്ല, പക്ഷെ നിങ്ങൾ പ്രശ്നത്തിലാണ്. അതും ഇടയ്ക്കെപ്പോഴോ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ല, അടിക്കടി നിരന്തരമായി എല്ലാ മേഖലകളിലും പ്രശ്നമാണ്. അതാ ഏറ്റവും വലിയ കാര്യം. ഒരിടത്ത് പോലും സ്വസ്ഥതയോ സമാധാനമോ ഇല്ല. തൊഴിലിടത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഏകദേശം ഓക്കെ, അങ്ങനെ പോട്ടെ. എന്നാൽ വീട്ടിലാണെങ്കിലും അവിടെയും സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഒരു നല്ല വാർത്തയും കേൾക്കുവാനില്ല. കേൾക്കുന്നത് മുഴുവൻ ദുരന്ത വാർത്തകൾ, കഷ്ടത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും വാർത്തകൾ. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ചിലപ്പോൾ നമുക്കറിയാം ചില പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളായിരിക്കുന്ന സാമൂഹിക പരിസ്ഥിതിയെ തുടർന്ന് ചില പ്രശ്നങ്ങൾ കടന്നു വരാൻ ഇടയുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കറിയാം, അത് നമ്മൾ മുൻകൂട്ടി കാണും. അങ്ങനെ അല്ലാതെ നന്നായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. അല്ലേ സഹോദര, ആ ജോലി സ്ഥലത്ത് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ജോലി ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു, പോകുന്നു. പക്ഷേ പെട്ടെന്ന് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. കുടുംബത്തിനകത്ത് ഭാര്യ, ഭർത്താവ്, മക്കൾ, നിങ്ങൾ സന്തോഷത്തോടെ കടന്നു പോകുന്നു, പെട്ടെന്ന് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സമസ്ത മേഖലകളിലും, നിങ്ങൾ ആ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിലൊക്കെ പെട്ടെന്ന് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. അത് വിട്ടുമാറുന്നില്ല. തുടർമാനമായി അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. രോഗം തുടങ്ങുന്നു, പിന്നെ അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു, ഒറ്റപ്പെടലിൽ വല്ലാത്തൊരവസ്ഥ, അല്ലേ? അപ്പോൾ അതിനുള്ള ഉത്തരം, ഈ ചോദ്യം നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ പക്കലില്ല, ബൈബിളിലുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ. അപ്പോൾ ആ ഉത്തരത്തിലേക്ക് ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം 3 കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി കാരണങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്നില്ല, കുറച്ച് സമയം നമുക്ക് മുമ്പിലുള്ളൂ. ഒന്നാമത്തെ കാരണം, എന്തുകൊണ്ട് പിശാച് നിങ്ങളെ വിടാതെ പിന്തുടരുന്നു? ആ പിന്തുടർച്ചയുടെ ഫലമായ കഷ്ടതകളും പ്രതിസന്ധികളും നിങ്ങൾ അടിക്കടി അനുഭവിക്കുന്നു. 1, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. ഇവിടെ ഭക്തനായ ഇയ്യോബ് എന്ന മനുഷ്യനെ പ്രതി സാത്താൻ ദൈവത്തിൻ്റെ സന്നിധി വാദിക്കുകയാണ്. വാദം ഇതാണ്: നീ ഇയ്യോബിനെ വേലികെട്ടി സംരക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൻ നിൻ്റെ ഭക്തനായിരിക്കുന്നത്. ദൈവം ഇയ്യോബ് എന്ന ഭക്തനിൽ വിശ്വസിച്ച് സാത്താൻ്റെ കയ്യിൽ ഇയ്യോബിനെ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് ഏൽപ്പിക്കുന്നത്? അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഇത് നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ള കാര്യം. ഇതിനപ്പുറമായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എന്തുകൊണ്ടാണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ച സാത്താൻ ഇയ്യോബിനെ തിരഞ്ഞെടുത്തു? 1-2 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇയ്യോബിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? കാരണം ദൈവം ഇയ്യോബിനെ അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്ന് പിശാച് അറിഞ്ഞു. പിശാച് ഇയ്യോബിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. ആ കാലത്ത് ധാരാളം മനുഷ്യർ ഭൂമിയിലുണ്ടായിരുന്നു, ഒരുപാട് പേർ പല നിലകളിൽ ജീവിച്ചിരുന്നു. അവരിലൊന്നും കാണാത്ത പ്രത്യേകത ഇയ്യോബിൽ സാത്താൻ കണ്ടത്, അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. അനുഗ്രഹത്തിനുള്ള അടിസ്ഥാനം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇയ്യോബ് നേരുള്ളവനും ദൈവഭക്തനും നീതിമാനുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടായിരുന്നു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രതിസന്ധികളുടെ മധ്യത്തിലും പതറിപ്പോകാതെ വിശ്വസ്തയോടായിരിക്കുന്ന സഹോദര, സഹോദരി, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് നിശ്ചയമാണ്. നീ ഇന്നായിരിക്കുന്ന അവസ്ഥ, ഒരു പക്ഷേ നീ ചിന്തിക്കും, ഞാൻ നന്നായിരിക്കുന്നു പാസ്റ്റർ, ഇങ്ങനെ തന്നെ എനിക്ക് ജീവിച്ചു പോയാൽ മതി, ഇതേ അവസ്ഥയിൽ തുടരുന്നത് നല്ലത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. നീ ഇനിയും വളരണം, നീ ഇനിയും അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആ ആഗ്രഹം? എന്നെ എவ்விധത്തിൽ അനുഗ്രഹിക്കണമെന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അനുഗ്രഹം കാണുവാനായിട്ട് കഴിയും. ഇയ്യോബിനെ ദൈവം ഇരട്ടിയായി സകലതും തിരികെ നൽകി മാനിച്ചു. അർത്ഥാൽ ദൈവം ആഗ്രഹിച്ചത് ഇയ്യോബ് ഇരട്ടിയായി വർദ്ധിക്കണമെന്നാണ്. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, പെട്ടെന്ന് ആ തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നു. നിൻ്റേതല്ലാത്ത കാരണങ്ങൾ
കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിശാചിനാൽ ബാധിക്കപ്പെട്ട മനുഷ്യർ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നുവോ, അവിടെ നിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നുവോ കേൾക്ക്. ദൈവം അവൻ സ്വർഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, നിന്നെ ഇരട്ടിയായി വർദ്ധിപ്പിക്കണം. അതേ സഹോദരി, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ദൈവം തീരുമാനമെടുത്തിട്ടുണ്ട്. പിശാചത് അറിഞ്ഞിരിക്കുന്നു. അതേ മക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്, നിങ്ങൾ തുടർന്ന് വരുന്ന അനുഭവത്തിൽ നിന്ന് മാറി ഒരു പടി കൂടെ മുകളിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ സഹോദര, നീ ഇന്നായിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് ഉയരണമെന്ന്, കുറച്ചുകൂടെ നീ വർദ്ധിക്കണമെന്ന്, കുറച്ചുകൂടെ നീ അനുഗ്രഹിക്കപ്പെടണമെന്ന്, അങ്ങനെ നിന്നിലൂടെ കർത്താവിൻ്റെ നാമം അധികമായി ഉയർത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ തൊഴിലിടത്തിൽ അടുത്തൊരു ഉയർച്ച നിനക്കുണ്ടാകണം മെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, പരീക്ഷ വന്നുവോ, പരീക്ഷകൻ പിശാച് ജീവിതത്തിൽ കടന്നു വന്നുവോ, ഒപ്പം നിന്ന ചില വ്യക്തികളെ ശത്രുക്കളാക്കി മാറ്റിയോ, തിരിച്ചറിയ്, നീ ഉയർച്ച പ്രാപിക്കുവാൻ പോകുന്നു. അവിടെ നിനക്കൊരു ഉയർച്ചയുണ്ട് സഹോദരി. നിൻ്റെ കുടുംബം ഉയർച്ച പ്രാപിക്കുവാൻ പോകുന്നു. അത് തിരിച്ചറിഞ്ഞ പിശാച് അതിനെ കലച്ചു കളയുവാനായി കടന്നു വന്നിരിക്കുന്നു. വിശ്വാസത്തോടെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ആ ഉയർച്ച നീ പ്രാപിക്കുവാൻ പോകുന്നു. മക്കളെ, നിങ്ങളുടെ തൊഴിൽ, മക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ ഇങ്ങനെ ഒന്നും സംഭവിക്കേണ്ടതല്ല പാസ്റ്റർ. പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ, കഴിഞ്ഞ ടൈമിൽ നല്ല മാർക്കുണ്ടായിരുന്നു, മാതാവേ പിതാവേ, അങ്ങനെ സങ്കടത്തോടെ പറയുന്നില്ലേ, നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാ, പക്ഷേ എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അറിയുന്നില്ല. നോക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറമായി ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശത്രുവായവൻ അവരുടെ ജീവിതത്തിൽ അടിക്കടി പ്രതിസന്ധികളുമായി കടന്നു വരുന്നു. ഈ പ്രതികൂല മുഖാന്തരം നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം അവസാനിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ഈ രോഗം മുഖാന്തരം അതെ നിൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവനായി നീ തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ കടമുഖാന്തരം നീ ആത്മഹത്യ ചെയ്ത് ദേശത്തിൽ എല്ലാവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു ഓർമ്മയായി നീ മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീയും ചാകത്തില്ല, നിൻ്റെ വീട്ടുകാർ ചാവിനുള്ള ആ ആഹാരം കൊടുക്കത്തുമില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്നെ അനുഗ്രഹിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. പിശാചത് മണത്തറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതാണ് പിശാച് നിങ്ങളെ വിടാതെ പിന്തുടരുവാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ദൈവം നിങ്ങളെ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മിസ്രൈമിൽ പെട്ടെന്ന് എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആർക്ക്, ഫറവോനും ഒപ്പമുള്ളവർക്കും എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. അതുപോലെ മിസ്രൈമിലായിരുന്ന ദൈവത്തിൻ്റെ ജനത്തിനും എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. ആ സമയത്തൊരു കൽപ്പന വരികയാണ്, അവൻ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. അവിടെ ഒരുവൻ ജനിക്കുവാൻ പോവുകയാണ്. ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി മോശ എന്ന സുന്ദരബാലൻ ജനിക്കുവാൻ പോവുകയാണ്. അത് മുന്നമേ തിരിച്ചറിഞ്ഞ് മോശ ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പിന് കാരണക്കാരനായി തീരും, അഥവാ ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിന് കാരണക്കാരനായി തീരുമെന്ന് കണ്ട് പിശാച് അവനെ നൈൽ നദിയിലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം പദ്ധതികൾ ഒരുക്കുവാൻ ഫറവോൻ്റെ മന്ത്രവാദികളെ തൂണ്ടിവിട്ടു. ഫറവോൻ്റെ മന്ത്രവാദികൾ വിളിച്ചു പറഞ്ഞു, ഇനി അവൻ മിസ്രൈമിൽ ദൈവജനത്തിൻ്റെതായ ഒരു ആൺകുഞ്ഞു പോലും ജനിക്കരുത്. ഫലമെന്താണ്? മോശക്കുഞ്ഞുൾപ്പെടെ അനേക കുഞ്ഞുങ്ങൾ ആമേൻ വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെട്ട അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവം പ്രയോജനപ്പെടുത്തേണ്ട മോശക്കുഞ്ഞ് പുറത്തു വന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ദൈവത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് മോശയെ തകർത്ത് കളയുവാൻ പിശാച് എഴുന്നേറ്റു. സഹോദര, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്നെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരി, നിൻ്റെ കുടുംബത്തെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ശുശ്രൂഷക, നിന്നിലൂടെ കർത്താവിന് തൻ്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട്. മക്കളെ, നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പിശാച് നിങ്ങളെ വിടാതെ പിന്തുടരുന്നു. മോശയെ ആ വെള്ളത്തിലേക്ക് എറിയുക മാത്രമല്ല, തുടർന്ന് മോശയുടെ 40-ാമത്തെ വയസ്സിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ 40 വയസ്സ് വരെയും മോശ തൻ്റെ മാതാപിതാക്കൾ ഏറ്റവും ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് ആയിരുന്നത്. എവിടെ നിന്നാണോ മോശയെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടത്, അവിടെ ആ ശത്രുക്കളുടെ മധ്യത്തിലാണ് മോശ ആയിരുന്നത്. എന്തൊരു ഭയപ്പെടുത്തുന്ന അവസ്ഥ! അത് കഴിഞ്ഞ് മോശയെ കാണുവാനില്ല. 40 വർഷങ്ങൾ, നീണ്ട പ്രതിസന്ധികൾ, നീണ്ട നാളുകൾ അവൻ നടന്ന യുദ്ധം. അവസാനം ദൈവം മോശയെ മടക്കി വരുത്തി തൻ്റെ പദ്ധതിക്ക് നിവർത്തീകരണമുണ്ടാക്കി. വീണ്ടെടുപ്പെന്ന തൻ്റെ പദ്ധതിക്ക്, മിസ്രയീമ്യരിൽ നിന്ന് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പെന്ന തൻ്റെ പദ്ധതിക്ക്, അതേ നിങ്ങളിലൂടെ ദൈവം ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. യോസേഫിലൂടെ തൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവം നിവർത്തിച്ചതുപോലെ എന്തുകൊണ്ട് സഹോദരന്മാർ ശത്രുക്കളായി മാറുന്നു? പിശാച് സഹോദരങ്ങളെ കരങ്ങളിലെടുക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവരെ കരങ്ങളിലെടുക്കുന്നു. താൻ ആർക്കു വേണ്ടിയാണോ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് അവരൊക്കെ ശത്രുക്കളായിത്തീരുന്നു, മറന്നു കളയുന്നു. യോസേഫിനോട് ചോദിക്കുക, യോസേഫ് പറയും,
എന്നിലൊരു ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. എന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. ക്ഷാമം വരുവാൻ പോകുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കർത്താവിനെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എനിക്ക് ശത്രുക്കളായി മാറി, അല്ലെങ്കിൽ സാത്താൻ അവരെ കരങ്ങളിലെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം, ഞാൻ സ്നേഹിച്ചവരെല്ലാം, ഞാൻ ചേർന്ന് നിന്നവരെല്ലാം എനിക്ക് വിരോധികളായി മാറി. അതേ ആ ഒറ്റപ്പെടലും വേദനയും നിരാശയും സങ്കടവും അനുഭവിച്ചായിരിക്കുന്നു. എൻ്റെ ഭർത്താവ് തന്നെ എനിക്ക് ശത്രുവാണ് പാസ്റ്റർ, എൻ്റെ ഭാര്യ തന്നെ എനിക്ക് ശത്രുവാണ്, എൻ്റെ ബന്ധുക്കൾ തന്നെ, എൻ്റെ സഹോദരങ്ങൾ തന്നെ, എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ. കേൾക്ക്, അതെ, കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. അപ്പോൾ 2, കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായി പോകുന്നു. 3, പിശാച് പിന്നെയും വിടാതെ പിന്തുടരുന്നുവോ? പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിശാച് നിങ്ങളെ ഒരിക്കലും വിടത്തില്ല. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു എല്ലാവരും കാണുക പുറപ്പെട്ടു. പാപം പിശാച് വേട്ടയാടുന്ന ജീവിതം ആ മനുഷ്യന് സമ്മാനിച്ചു. പാപത്തിൻ്റെ ഫലമായി ആ മനുഷ്യൻ വീണുപോയി. അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നു. അവനൊരു എഴുന്നേൽപ്പില്ലാതെ പോയി. പ്രിയരെ, പാപം നമ്മുടെ ജീവിതത്തിലും എഴുന്നേൽപ്പില്ലാതെ പോകും. മറ്റുള്ളവർക്കൊരു ബാധ്യതയായി നമ്മൾ മാറും. നോക്കൂ, ആ 4 പേർക്കൊരു ബാധ്യതയായി, ഭാരമായി അവർ മാറി. അവിധത്തിൽ പലർക്കും ഭാരമായി, പലർക്കും ബാധ്യതയായി, പലരുടെ മുമ്പിൽ കൈനീട്ടി തലകുനിച്ച് നിരാശയോടെ നിങ്ങളായിരിക്കുന്നുവോ? പാപം നിങ്ങളെ പിശാച് വേട്ടയാടുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പാപം കർത്താവായ യേശു ക്രിസ്തുവിനാൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പാപം ചെയ്യരുത്. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. ആത്മാർത്ഥമായ ഒരു അനുതാപം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, ഏറ്റുപറയുവാനുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിശ്ചയമായും നിങ്ങൾ എഴുന്നേറ്റ് നടക്കും, പ്രാപിക്കേണ്ടത് പ്രാപിക്കും. അപ്പോൾ പിശാച് വിടാതെ പിന്തുടരുമ്പോൾ തിരിച്ചറിയുക, ഉറച്ചു നിൽക്കുക. നിശ്ചയമായും അനുഗ്രഹമുണ്ട്, ഇരട്ടി പങ്ക് നിങ്ങൾ പ്രാപിക്കും. ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണത്തിന് പങ്കാളികളായി നിങ്ങൾ മാറും. പാപം അതെ തിരിച്ചറിയുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിശാചിൻ്റെ ആക്രമണത്താൽ ബാധിക്കപ്പെട്ട് പല നിലകളിൽ ഭയന്ന് ഇനി വയ്യ എന്ന് മടുത്തായിരിക്കുന്നവർ ഉറച്ചു നിൽക്കുവാനും അങ്ങയുടെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാനും സ്വർഗം ഇവരെ അങ്ങ് സഹായിക്കണം. ഇവരുടെ തൊഴിലിടത്തിൽ ഇവർ ഇരട്ടി പ്രാപിക്കുന്ന നല്ല നാളുകളെ സ്വർഗം അങ്ങ് ഒരുക്കണമേ. തൊഴിലിടത്തിലെ പ്രതിസന്ധികളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. അങ്ങയുടെ പദ്ധതികൾ ഇവരിലൂടെ നിവർത്തീകരിക്കപ്പെടട്ടെ. ഇവരുടെ ബാധ്യതകൾ തീർന്നു പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജ്വലിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. സ്വർഗീയ സമാധാനവും സന്തോഷവും ഇവരെ തേടിയെത്തട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ ചെന്നെത്തുന്നിടത്തൊക്കെയും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരുണ്ട്, പല നിലകളിൽ ബാധിച്ചായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് വേണ്ടി സ്വർഗം പുതുവഴികളെ തുറക്കണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളെ നൽകി മാനിക്കണമേ കർത്താവ്. എല്ലാ തകർച്ചകളും എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. മടുപ്പ് മാറിപ്പോകട്ടെ. പ്രാർത്ഥനാ ജീവിതം പോലും മടുത്തുപോയായിരിക്കുന്നവർ, ആത്മീയ ജീവിതം തകർന്നുപോയായിരിക്കുന്നവർ സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, എല്ലാ ദിവസങ്ങളും പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവവചന പ്രകാരം മുൻപോട്ട് പോകുവാനുള്ള അവസരമുണ്ട്. രാവിലെ ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന പരമ്പരയുമായി ഞാൻ നിങ്ങൾക്ക് മുൻപിലുണ്ടാകും. നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി നിർത്തുക. അതുപോലെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമോളയിൽ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രേസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.